ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബാംഗ്ലൂർ വ്ളോഗാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ വ്ളോഗ് ചെയ്യാൻ അറിയാത്ത ഞാൻ ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടാവും. അപ്പോൾ അതൊന്നും സാരമില്ല എന്ന് വിചാരിച്ചിട്ട് വീഡിയോ കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ അതിൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. ഞങ്ങൾ ബാംഗ്ലൂരാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളുടെ ഒരു കസിൻ അവിടെ ഉണ്ട്. അപ്പോൾ അവളുടെ അടുത്തേക്ക് പോകുകയാണ് ചെയ്യുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഉണ്ടായ ഒരു യാത്രയാണ് ഇത്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷന് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അവിടുന്ന് ബാംഗ്ലൂർക്ക് നേരിട്ട് ട്രെയിനില്ല. സോ ഞങ്ങൾ പാലക്കാട് പോയിട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ 3:30 KSRTC ഉണ്ട്. അപ്പോൾ അതിന് ഒരു 2 hour റണ്ണിങ് ഉണ്ട് KSRTCന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു കേട്ടോ നമ്മൾ ഇറങ്ങിയത്. അവിടെ നിന്നാണ് നമുക്ക് ട്രെയിന്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷൻ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഫ്രണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് മൈസൂർ സ്പെഷ്യൽ ട്രെയിൻ അങ്ങനെ എന്തോന്ന് തോന്നുന്ന പേര് വരുന്ന ട്രെയിനിൻ്റെ. അങ്ങനെ നമ്മൾ മന്ദം സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നത്. കുറച്ച് ലഗേജ് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, കുറച്ച് അതിലും. അപ്പോൾ അത് കുറച്ച് ഭാരമുള്ളതായതുകൊണ്ട് പപ്പയാണ് അത് ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് ഇനി നമ്മുടെ ട്രെയിൻ എവിടെയാണോ വരുന്നത്, അതായത് ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്, അപ്പോൾ അവിടെ പോയിട്ട് നിൽക്കണം. നമ്മുടെ ട്രെയിൻ അങ്ങേ സൈഡിലാണ് വരുന്നത്. സോ നമ്മൾ അവിടേക്ക് പോകാൻ ഈ സ്റ്റെപ്സ് വഴി വേണം പോകാൻ. ഈ സ്റ്റെപ്സ് എൻ്റെ അമ്മ നമ്മൾ ഈ ലഗേജ് കാര്യങ്ങളൊക്കെ പിടിച്ച് ഈ സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ പോയി സ്റ്റെപ്പ് ഇറങ്ങുക എന്തൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അത് നമുക്ക് 6:30 ട്രെയിൻ. നമ്മൾ ഏകദേശം 6 മണിയായപ്പോൾ തന്നെ അവിടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അരമണിക്കൂറിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ട്രെയിൻ വരും. അപ്പോൾ നമ്മൾ അതുവരെ അവിടെ സ്റ്റേഷനിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉദയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പൊതുവേ നമ്മൾ എണീക്കുമ്പോൾ 7 മണി 8 മണി 9 മണി കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉദയമൊന്നും കാണാറില്ല. അപ്പോൾ ഇന്ന് ഉദയമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 6:15, നമുക്ക് 6:30 അപ്പോൾ നമുക്ക് കുറച്ച് ടൈം വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് നേരം സ്വസ്ഥം സമാധാനമായിട്ട് ഇരിക്കുക. കാരണം അത് പെട്ടെന്നായതുകൊണ്ട് ആ കൂടെ ഒരു ഹറിബറി ആയിരുന്നു. നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ ടൈം ഇട്ടിട്ടില്ല, ഒന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ ടൈം ഇട്ടിട്ടില്ല. ഒരു 3 or 4 hours പോലും ഉറങ്ങാൻ ടൈം ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് നേരം സ്വസ്ഥം സമാധാനമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ സമയം ഇപ്പോൾ 6:20 കഴിഞ്ഞ് ഷാർപ്പ് 6:30 നമ്മുടെ ട്രെയിൻ എത്തുമെന്നാണ് വിചാരിച്ചത്. അതുപോലെ തന്നെ ഷാർപ്പ് 6:30 നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ലീപ്പറായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് അതിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി സ്വസ്ഥമായിട്ടിരിക്കുക, കയ്യും കാലൊക്കെ നീട്ടി സ്വസ്ഥമായിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ട്രെയിന് മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം ഒരു 6:35-40 ആയിട്ടുണ്ട്. അപ്പോഴേക്ക് നന്നായിട്ട് വെളിച്ചം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം പുറത്തേക്ക് നന്നായിട്ട് വെളിച്ചം വന്ന് നേരെ നന്നായിട്ട് പകലായിട്ടുണ്ട്. നമ്മൾ ട്രെയിനിൽ ആശ്വാസത്തിലിരിക്കുമ്പോൾ നമ്മുടെ അവനെ ട്രെയിൻ യാത്ര ആസ്വദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവൻ്റെ സെക്കൻഡ് ടൈമാണ് അവൻ ട്രെയിനിൽ യാത്ര പോകുന്നത്. അപ്പോൾ അവന് ഇതെന്തത് എവിടേക്കാണ് പോകുന്നത്, എന്താണ് പോകുന്നത്, അങ്ങനെയൊക്കെ അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോക്കും പോസ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ആൾ. നമ്മുടെ ട്രെയിൻ ഇപ്പോഴും മെല്ലെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോഴും പാലക്കാട് സ്റ്റേഷൻ വിട്ടിട്ടില്ല. നമുക്കിനി ഒരു നീണ്ട 10 മണിക്കൂർ യാത്രയുണ്ട്. ഒരു നീണ്ട 10 മണിക്കൂർ ട്രെയിൻ യാത്ര തന്നെ ഉണ്ട്. നമുക്ക് ബോറടിക്കോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളൊരു ഏകദേശം 4 മണിക്കാവുമ്പോഴായിരിക്കും ബാംഗ്ലൂർ എത്തുണ്ടാവുക. നമുക്ക് വൈറ്റ് ഫീൽഡാണ് ഇറങ്ങേണ്ടത്. പക്ഷെ നമ്മുടെ ഈ ട്രെയിൻ ആ സ്റ്റേഷനിൽ നിർത്തില്ല. സോ നമ്മൾ കൃഷ്ണരാജപുരം എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിലായിരിക്കും ഇറങ്ങുക. അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു നീണ്ട 10 മണിക്കൂറിൻ്റെ ഒരു ട്രെയിൻ യാത്ര. ഞാൻ ദൂരയാത്രകൾ പോയിട്ടുണ്ട്, അതായത് ഔട്ട് ഓഫ് കേരള ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ടൂറിസ്റ്റ് ബസ് ത്രൂ ആണ് പോയിട്ടുള്ളത്, ട്രെയിൻ ത്രൂ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും, ബോറടിക്കോ എന്തായിരിക്കും എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. നമ്മൾ രാത്രിയിലേക്കായിരുന്നു ടിക്കറ്റ് കിട്ടുമെന്ന് നോക്കിയിരുന്നത്. എന്നാൽ നമുക്ക് രാത്രി മൊത്തം നമുക്ക് ട്രെയിനിൽ സ്പെൻഡ് ചെയ്താൽ, അതായത് ഉറങ്ങി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മോർണിംഗിൽ അവിടെ എത്തുമല്ലോ, അതായിരിക്കും നന്നാകുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒന്നാമത് സീസൺ ആയതുകൊണ്ട്, വെക്കേഷൻ സീസൺ ആയതുകൊണ്ട് ടിക്കറ്റുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ തത്കാലമായിരുന്നു ബുക്ക് ചെയ്തായിരുന്നത്. അപ്പോൾ നമുക്ക് മോർണിംഗിന് ഡേ മൊത്തം നമ്മൾ എന്തായിരിക്കും ട്രെയിനിലായിരിക്കും, ഈവനിങ്ങിൽ അവിടെ എത്തും അങ്ങനെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ പോകും. പിന്നെ നമ്മൾക്ക് കാഴ്ചകൾ കണ്ട് അങ്ങനെ ഇരിക്കാം. നമ്മൾ കാണാത്ത കാഴ്ചകളാണല്ലോ. നമ്മൾ കോയമ്പത്തൂർ, സേലം, ഈറോഡ് അങ്ങനെ ഒരുപാട് സ്ഥലത്തൂടെ അങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാ കാഴ്ചകളും കണ്ട് അങ്ങനെ നമുക്ക് സമയം കളയാതെ ഇങ്ങനെ വിചാരിച്ച്. നമ്മളെക്കാളും ട്രെയിൻ യാത്ര എൻജോയ് ചെയ്യുന്നത് ഇവനാണ് കേട്ടോ. ഇവന് അതിൽ ട്രെയിനിൽ ആ വിൻഡോയിലൊക്കെ പിടിച്ച് നിന്ന് കുലുങ്ങുക. എന്നിട്ട് അവൻ്റെ കൈ പല ആൾക്കാരും പിടിച്ചല്ലേ. അപ്പോൾ നമ്മൾ അവൻ്റെ കൈ വൈപ്സ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കും. ഒരുപാട് തവണ നമ്മൾ അവനെ പിടിച്ച് അവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷെ അവന് ആ കമ്പി തന്നെ പിടിച്ച് നിൽക്കണം. അപ്പോൾ പിന്നെ ഇങ്ങനെ വൈപ്സ് യൂസ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്റ്റേഷനിൽ ഇങ്ങനെ ട്രെയിന് നിർത്തും. അപ്പോൾ നമ്മളിങ്ങനെ അവിടുത്തെ കാഴ്ച, അപ്പോൾ അതിലൂടെയൊക്കെ ചായ വട പറഞ്ഞ് ഓരോന്ന് ആൾക്കാർ ഇങ്ങനെ ഭയങ്കര റഷായിട്ട് ആൾക്കാർ ഇങ്ങനെ വരും കേട്ടോ.
നമ്മൾ കേരള ബോർഡറൊക്കെ കഴിഞ്ഞ് തമിഴ്നാട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതെന്താ ബിൽഡിങ്ങോ ഗോഡൗൺ എന്താ അറിയില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരുപാടുണ്ട്, ഒരു 6-7 എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ ഞാനത് വെറുതെ ഒന്ന് ക്ലിപ്പ് എടുത്തേ. അപ്പോൾ നമ്മൾ കുറേ ക്ലിപ്സൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ, കാരണം ഇങ്ങനെ നീണ്ട ട്രെയിൻ യാത്രയല്ല. അപ്പോൾ നമ്മൾ കുറേ ഒന്നും ഷൂട്ട് ചെയ്യേണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ക്ലിപ്സ് മാത്രം പകർത്തി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറിയപ്പോൾ ഞങ്ങളുടെ സീറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള സീറ്റിൽ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവർ മൂന്നാർ ആ ഒരു ഭാഗത്ത് നിന്നായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയറുമ്പോഴേ അവർ ഓൾറെഡി അതിലുണ്ടായിരുന്നു, ഒരു ഇക്കയും ഇത്തയും പിന്നെ അവരുടെ ഒരു കുട്ടിയും അങ്ങനെ. അപ്പോൾ നമുക്ക് അവരും ബാംഗ്ലൂരിൽ തന്നെയാണ് ഇറങ്ങുന്നത്. നമ്മൾ ഇറങ്ങുന്ന സ്റ്റോപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിലായിരുന്നു അവരും ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തുന്നവരെ നമുക്ക് കൂട്ടായിട്ട് അവരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ മിണ്ടിയും പറഞ്ഞും സംസാരിച്ചൊക്കെ ആയിട്ട് കുറേ സമയം അങ്ങനെ പോയിട്ടോ. അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി ഗേളാണ് കേട്ടോ. അവൾ 4-ലെന്തോ പഠിക്കുന്നത്. അവൾ നന്നായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. സോ അവളങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവിടെ എത്തുന്ന വരെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അങ്ങനെ കുറേ സമയം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളിങ്ങനെ നമ്മുടെ എമ്മിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചായിരുന്നു. പക്ഷെ അവന് അങ്ങനെ ആരുടെ അടുത്തേക്കും പെട്ടെന്ന് അങ്ങോട്ട് പോവാത്തൊരു കൂട്ടത്തിലാണ്. അപ്പോൾ അവൾ കുറേ ശ്രമിച്ചു, പക്ഷെ അവൻ പോയില്ല. പക്ഷെ അവൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അവനിങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു, റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ ഈ വ്യൂ കണ്ടത്. ഇതുപോലെ അതിൻ്റെ മുന്നേ നമ്മൾ ഒരുപാട് വലിയ ഇതുപോലത്തെ പാറകളുടെ ഒരു വ്യൂ കണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുട്ടി പാറകൾ നല്ല രസമായിട്ട് തോന്നിയിട്ട് ഇതിങ്ങനെ കാണാൻ ശരിക്കും കാണാൻ നല്ല പങ്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതൊക്കെ ഇങ്ങനെ ഉരുണ്ടൊക്കെ വീണ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫാമിലി ഇവളായിരുന്നു ഞാൻ പറഞ്ഞ. അവളുടെ പേരെന്തോ സഖിയ ഫാത്തിമാൻ എന്തായിരുന്നു കേട്ടോ പേര്. മറ്റേത് അവളുടെ ഉമ്മ, പിന്നെ അവളുടെ ഉപ്പ ഉണ്ടായിരുന്നു. അവളുടെ ഉമ്മയുടെ പേരിക്കൽ ഇഷ്ടമായിട്ടോ, മീര. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, കൃഷ്ണരാജപുരം എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഇറങ്ങിയിട്ട് നമുക്കിനി മെട്രോ ത്രൂ വേണം നമ്മൾ വൈറ്റ് ഫീൽഡിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു അരമണിക്കൂറിൻ്റെ യാത്ര ഉണ്ട് മെട്രോയിൽ നമുക്ക് വൈറ്റ് ഫീൽഡിലേക്ക്. അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ മെട്രോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു അരമണിക്കൂർ നമ്മൾ മെട്രോയിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളവിടെ മെട്രോ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് പിന്നെ പോകാനുണ്ട് അവരുടെ ഫ്ലാറ്റിലേക്ക്. അപ്പോൾ നമ്മൾ റിക്ഷ ത്രൂ ആയിരുന്നു പോയിരുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിൽ ഒരു 6:30 ആയപ്പോൾ ഫ്ലാറ്റിലെത്തി. നമ്മൾ ഫ്രഷായി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തൊന്നിങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ എമ്മിനെ നമ്മൾ ഇതുപോലത്തെ ഒരു വണ്ടിയില്ല, അത് അവളുടെ കസിൻ്റെ ബേബിയുടെ വണ്ടിയായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ഇരുത്തിയിട്ട് വെറുതെ ഇങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ അവരുടെ അപ്പാർട്ട്മെൻറ്റിന് താഴെ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, കുട്ടികൾക്കുള്ളൊരു പാർക്ക് ഉണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ വെറുതെ അവിടെ ഒന്നിങ്ങനെ പോയി നോക്കാം വിചാരിച്ചിട്ടും അങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അതിലൂടെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് പിന്നെ നമ്മൾ റൂമിലേക്ക് പോവാണ് കേട്ടോ ചെയ്ത്. അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ റൂമിലേക്ക് പോകുന്ന വഴിയിൽ ഇതുപോലെ ഇങ്ങനെ പൂക്കൾ ചാടി കിടക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് പെറുക്കിയിട്ട് ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ ഉള്ളിൽ വെക്കാമായിരുന്നു. നമ്മൾ വീട്ടിലെത്തുമ്പോൾ നന്നായിട്ട് പ്രസ്സായിട്ട് കിട്ടുമല്ലോ, ഉണങ്ങും ചെയ്യും പ്രസ്സായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആർട്ട് വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളങ്ങനെ റൂമിലെത്തി ഫുഡ് കഴിച്ച് കിടക്കുകയാണ് കേട്ടോ ചെയ്തേ. കാരണം നാളെ രാവിലെ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് ഇങ്ങനെ വിചാരിച്ചായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഉറങ്ങി. പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം ഒരു 9 മണി അത് സമയമാണ് ഇത്. അപ്പോൾ നമ്മൾ ഇന്നൊന്ന് പുറത്തിറങ്ങാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പം ഇന്ന് ലാൽബാഗ്, അതുപോലെ അവിടെ ഒരു മ്യൂസിയം ഉണ്ട്, വിശ്വേശ്വരയ്യ മ്യൂസിയം. ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട് അതൊക്കെ, കബൻ പാർക്കൊക്കെ. പിന്നെ അനിയനും അനിയത്തിയും കണ്ടിട്ടില്ല. പിന്നെ ഉമ്മയും ഉപ്പയും അവരൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ ലാൽബാഗിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കൊരു 12:30 ആയിട്ടുണ്ട് ടൈം. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അത് നോക്കണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ടായിരുന്നു. അവിടെ സൗത്ത്, നോർത്ത്, പിന്നെ വെസ്റ്റേൺ ഫുഡ് അങ്ങനത്തെ 3 കാറ്റഗറി ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ സൗത്ത് എടുത്തു. ആവറേജ് അത്രേ പറയാൻ പറ്റുള്ളൂ ഫുഡും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ലാൽബാഗിലേക്ക് പോകുമായിരുന്നു കേട്ടോ. ലാൽബാഗ് നമ്മളിപ്പോൾ കാലിക്കറ്റ് മാനേജർ സ്ക്വയറിൻ്റെ ഒക്കെ കാര്യം പറയണ പോലെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വെറുതെ അത് കൂടെ ഇങ്ങനെ നടക്കുക, കുറച്ച് ഫോട്ടോ എടുക്കുക, കുറച്ച് നേരം അവിടെ ശാന്തമായിട്ടിരിക്കാം, അത്രയൊക്കെ തന്നെ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ അധികം വല്ലാണ്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. വെറുതെ അങ്ങനെ കുറച്ചിങ്ങനെ ചുറ്റിക്കറങ്ങി കുറച്ച് ഫോട്ടോസ് എടുത്ത് പിന്നെ കുറച്ച് അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചിരുന്ന് ഇങ്ങനെ സംസാരിച്ചും അത്രയൊക്കെ തന്നെ അവിടെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ വിശ്വേശ്വരയ്യ മ്യൂസിയം പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മെയിനായിട്ട് അത് തന്നെയായിരുന്നു. അവിടെ അത്യാവശ്യം കാണാനുണ്ടല്ലോ മ്യൂസിയം. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഞങ്ങൾ വല്ലാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാണ്ട് ഞങ്ങൾ പിന്നെ അടുത്തത് മ്യൂസിയത്തിലേക്ക് പോവാണ് കേട്ടോ.
നമ്മൾ ഇവിടുന്ന് റിക്ഷ എടുത്തിട്ടായിരുന്നു കേട്ടോ പോയിരുന്നത്. ഇവിടുത്തെ റിക്ഷകളൊക്കെ ചെറുതായതുകൊണ്ട് നമ്മൾ 5 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ പിന്നെ കേരള ആണല്ലോ, അപ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ 5 ആദ്മി ഹെ സാർ 350 റുപ്പീസ്, 5 ആദ്മി ഹെ സാർ 200 റുപ്പീസ്, ഒക്കെ 200, 250, 350, 300 അങ്ങനെ എബോ ഉള്ളൂ. അപ്പോൾ നമ്മൾ പപ്പ പറയും ഓൺലി 100 റുപ്പീസ്. അങ്ങനെ ഓട്ടോക്കാരുടെ അടുത്ത് ഫുൾ ബാർഗെയിൻ ചെയ്യലായിരുന്നു കേട്ടോ. നമ്മൾ പൊതുവേ കച്ചവടക്കാരുടെ അടുത്താണല്ലോ ബാർഗെയിൻ ചെയ്യൽ. അങ്ങനെ നമ്മൾ ഓട്ടോക്കാരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്യാൻ പഠിച്ചു. ഇത്ര തരം ഓട്ടോറിക്ഷക്കാരുടെ അടുത്ത് അറിയാം. അവർ പറയും പറ്റില്ല പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഊബർ നോക്കിക്കോളാം, അല്ലെങ്കിൽ ഞങ്ങൾ ബസ് നോക്കിക്കോളാം എന്നൊക്കെ പറയും. അങ്ങനെ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ നമ്മൾ പറ്റില്ല പറഞ്ഞു പോകുമ്പോൾ അവർ തന്നെ നമ്മുടെ അടുത്ത് പറയും എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന വിലക്ക് അവർ നമ്മളെ കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിലെത്തി കേട്ടോ. ഈ മ്യൂസിയം ഞാൻ ഓൾറെഡി കണ്ടതായതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് കണ്ണോടിച്ച് പോയിട്ടേ ഉള്ളൂ. പപ്പയെ അനിയത്തി ഇങ്ങനെ കാര്യമായിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കാണുന്നുണ്ട്. പപ്പ ഇങ്ങനെ അവൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ, അതായത് അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 2 പേര് അവിടെ നിന്നിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളൊരു അവലോകനമാണ് കേട്ടോ. അവളോരോ സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് പപ്പ ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അവർക്ക് 2 പേര് നന്നായിട്ട് ഇങ്ങനെ കണ്ട് എല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ട്. മ്യൂസിയം നമുക്ക് ഒരുപാട് കാണാനും അതുപോലെ പഠിക്കാനും ഒക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഒരുപാട് സ്കൂളിൽ നിന്നുള്ള പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ കോളേജിൽ നിന്ന് അവിടെ പോയപ്പോഴും ഇതുപോലെ അവിടെ ഒരുപാട് സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നിരുന്നു. ഇപ്രാവശ്യം പോയപ്പോഴും അതുപോലെ തന്നെ ഒരുപാട് സ്കൂൾ പിള്ളേരുണ്ടായിരുന്നു അവിടെ. പിന്നെ പപ്പ എമ്മിന് അവനക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കട്ടെ. അവിടെയൊക്കെ നമ്മൾ ഓരോന്നിങ്ങനെ സ്വിച്ച് നിൽക്കിയാൽ അത് വർക്ക് ചെയ്യുമല്ലോ, വർക്കിംഗ് മോഡൽസൊക്കെ. പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് ബഹിരാകാശം, അതായത് ഓരോ സ്റ്റോൾ പോലെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ബഹിരാകാശപരമായിട്ടുള്ള അതിൻ്റെ ഒരു സെക്ഷനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഇത് ഞങ്ങൾ മുകളിലായിരുന്നു കേട്ടോ. അവിടുത്തെ ഓരോ സംശയങ്ങൾ അവൾ ചോദിക്കുന്നത്, പപ്പ അതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അവൾക്ക് ഓരോ സംശയങ്ങളായിരുന്നു. പിന്നെ ഇത് നമ്മൾ വെതർ റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു സെക്ഷനായിരുന്നു. അവിടെ ഒരു ക്യാമറയിൽ പോയി നിന്നാൽ നമ്മളെ കാണാം. ഞാനും അവളെ നിൽക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നപ്പോൾ ഒരുപാട് പിള്ളേർ വന്ന് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇത് ഏറ്റവും ടോപ്പിൽ വരുന്ന സെക്ഷനാണ്. അവിടെ ഫുള്ള് നമ്മുടെ എന്താ പറയുക ജൈവപരമായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇതെൻ്റെ അനിയൻ, അവൻ കുറേ നേരമായിട്ട് ഇതിനെ തന്നെ സൂക്ഷിച്ച് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്ലാഗ് വന്ന സമയത്ത് അവിടെ നിന്ന് ആൾക്കാർ ധരിച്ചിരുന്ന ഒരു വസ്ത്രധാരണമായിരുന്നു അത്. അവൻ കുറച്ച് നേരത്തൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നടന്നത്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ ലുലു മോളിൽ പോകാൻ വിചാരിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ വിധാൻ സൗദ് അവിടെ നിന്ന് മെട്രോ കയറണം. അപ്പോൾ ഞങ്ങൾ കബൻ പാർക്കിൻ്റെ അടുത്ത് കബൻ പാർക്ക് കയറിയാലോ വിചാരിച്ച്. പിന്നെ അവിടെ നമ്മൾ ലാൽബാഗിലുള്ള പോലെയൊക്കെ തന്നെ ഉള്ളു. പിന്നെ വെറുതെ അത് കൂടെ അങ്ങനെ നടക്കേണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു വേണ്ട നമുക്ക് പോവുക പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തത് ലുലു മോളിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ചോളം വാങ്ങിച്ചിട്ടോ. ഇതുപോലെ ചുട്ട ചോളം വാങ്ങിച്ചിട്ട് കഴിച്ച്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് അവിടുന്ന് മെട്രോ പിടിച്ചിട്ട് കുറച്ച് വല്ലാണ്ട് ദൂരമൊന്നുമില്ലായിരുന്നു, കുറച്ച് പോയിട്ട് ഞങ്ങൾ ഇറങ്ങേണ്ട മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ എന്തോ ഒരു സ്റ്റോപ്പായിരുന്നു. പക്ഷെ ഞങ്ങൾ മജസ്റ്റിക്കിൽ ഇറങ്ങിയ. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെയും കുറച്ച് പോകേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ ലുലു മോളിലെത്തി. പിന്നെ ഞങ്ങൾ നൈറ്റിൽ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത്. ഇവിടെയും കാര്യമായിട്ട് കാണാനൊന്നുമില്ല. പിന്നെ അലക്ഷ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമെന്ന് മാത്രം. പിന്നെ സത്യം പറഞ്ഞാൽ കാര്യമായിട്ട് നടത്തം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നടന്ന് മനുഷ്യൻ കുഴങ്ങി എന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇപ്പോൾ എന്നത്ര നടക്കുന്നില്ലല്ലോ, വല്ലപ്പോഴൊക്കെ അല്ലേ. അപ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അവിടെയൊക്കെ ക്രിസ്മസിൻ്റെ ഒരു ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് ഭയങ്കര റഷായിരുന്നു, ആൾക്കാരൊക്കെ കൂടായിട്ട്. നമ്മളിങ്ങനെ വെറുതെ എല്ലാത്തിലും ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്ന്. ഞങ്ങൾ മിനിസോന്നൊരു മിനി വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അവിടെ ക്യാമറ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എടുക്കത്തില്ല. നമ്മൾ അവിടുന്ന് ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ റൂമിലേക്ക് പോയി. അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം ഇത്ര മാത്രം അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. ഇനി ഞങ്ങൾ നാളെ തന്നെ റിട്ടേൺ പോകും ചെയ്യും. അപ്പോൾ ഞങ്ങൾ മാറ്റി ഒരുങ്ങി റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസമാണ് ഇട്ടത്. റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കാരണം പപ്പയ്ക്ക് ഓഫീസുണ്ട്. അവർക്ക് ആകെ ഒരു ദിവസം അവധിയുള്ളൂ. ഗവൺമെൻറ് ഓഫീസുകളൊന്നും ക്രിസ്മസിന് സ്കൂൾ അവധി എടുക്കണ പോലെ 10 ദിവസമൊക്കെ എടുക്കില്ലല്ലോ. അതുകൊണ്ട് പപ്പയ്ക്ക് ഓഫീസുണ്ട്. ഈ ദിവസം തന്നെ 3 ദിവസം ലീവ് എടുത്തിരിക്കുകയായിരുന്നു. പിന്നെ ഉമ്മാക്ക് സ്കൂളില്ല, അവർക്ക് 10 ദിവസം അവധി. എനിക്ക് പിന്നെ എൻ്റെ കോഴ്സെല്ലാം കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്കും കാര്യമായിട്ട് പണിയൊന്നുമില്ല. പിന്നെ അനിയത്തിക്ക് ട്യൂഷനുണ്ട്, അപ്പോൾ അവൾക്കും ഓഫ് ഇല്ല. പിന്നെ ബ്രദറിനും അവനും വെക്കേഷനാണ്.
സോ നമുക്ക് നമ്മുടെ കൂടെ വന്നവർക്ക് ആർക്കും ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മളാകെ ഒരു ദിവസം മാത്രമേ 2 നൈറ്റ് അവിടെ നിന്ന്, പക്ഷേ അവിടെ മൊത്തത്തിൽ സ്പെൻഡ് ചെയ്തത് ഒരു ദിവസമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഊബർ എടുത്തിട്ട് മെട്രോ സ്റ്റേഷനിൽ പോയി. നമ്മൾ വൈറ്റ് ഫീൽഡിൽ നിന്ന് മെട്രോ കയറിയിട്ട് കെയർപുരത്ത് ഇറങ്ങി. അവിടെ നിന്ന് നമുക്ക് 2:30ക്കാണ് ട്രെയിന് പറഞ്ഞിരുന്നത്, പക്ഷേ നമ്മൾ 2 മണിക്ക് അവിടെ എത്തി. പക്ഷെ 4 മണിയായി ട്രെയിന് വരാൻ, ഡിലേ വന്നിട്ട് 2 മണിക്കൂർ നമ്മളവിടെ വെറുതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിന്നു എന്ന് പറഞ്ഞില്ലേ, ക്ഷീണിച്ചിട്ട്. പിന്നെ ട്രെയിന് വന്ന് നമ്മൾ സുഖമായിട്ട് ഇരുന്ന്. പിന്നെ 4 മണിക്ക് ട്രെയിൻ എടുത്ത് ഒരു മണി ആയപ്പോഴേ നമ്മുടെ പാലക്കാട് ട്രെയിൻ എത്തി. അതിൻ്റെ ഇടയിൽ അങ്ങനെ വലിയ ഡിലേ ഒന്നും വന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ 1 മണിക്കൂർ ട്രെയിൻ ഇതുപോലെ പിടിച്ചിട്ടായിരുന്നു, ഡിലേ വന്നായിരുന്നു. അപ്പോൾ തിരിച്ച് പോന്നപ്പോൾ ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ട്രെയിനിൽ കയറിയതിന് ശേഷം പിന്നെ അതിന് ഡിലേ കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നെ നമ്മൾ ട്രെയിനിൽ നൈറ്റ് വ്യൂ ആയിരുന്നു അധികം, നമ്മളധികം പുറത്തൊന്നും നോക്കാറുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ സേലത്ത് ഇറങ്ങിയപ്പോഴും അവിടെ നിന്ന് ഇതുപോലെ ഒരു സ്വീറ്റ്സ് വാങ്ങിച്ചായിരുന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എമ്മിന് ഉറക്കം വന്നിട്ട് അവൻ ആ കാർത്ത് വിളിച്ച് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഞങ്ങളുടെ സീറ്റിൻ്റെ അപ്പുറത്തെ സീറ്റിൽ ഈറോഡിൽ നിന്ന് കയറി 2 ചേച്ചിമാരായിരുന്നു. അവർ തമിഴ് ചേച്ചിമാരായിരുന്നു. അപ്പോൾ അവർ ഒരു ബലൂണൊക്കെ കൊടുത്ത് അവന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ബലൂൺ കിട്ടിയപ്പോൾ ആളും ഹാപ്പിയായി. പിന്നെ ഉമ്മയും പപ്പ അനിയത്തി അവനും അവർ 4 പേര് ഫുൾ അവിടെ എത്തുന്ന വരെ, നമ്മുടെ സ്റ്റേഷൻ എത്തുന്ന വരെ അവർ ബലൂൺ തട്ടി കളിക്കുന്നതായിരുന്നു. ബലൂൺ അങ്ങോട്ട് പോകുമ്പോൾ പപ്പ പോയി പിടിക്കുന്ന അങ്ങനെയൊക്കെ ആയിട്ട്. മറ്റേത് അവന് ഉറക്കം വന്നു കഴിഞ്ഞാൽ അവന് കുറുമ്പ് കാണിക്കുകയാണ്. അപ്പോൾ കുറുമ്പ് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ബലൂൺ കളി തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ 1 മണിയൊക്കെ ആയപ്പോഴും നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി. പിന്നെ നമ്മളവിടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മളെന്ത് ചെയ്ത് ഫുഡ് കഴിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് KSRTC പിടിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ നാട്ടിലേക്ക് പോകുന്നത്. ഞാനാണെങ്കിൽ ഉറങ്ങിയിട്ടില്ലായിരുന്നു ട്രെയിനിൽ അതുവരെ, വെറുതെ ഫോണിൽ കളിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാനാണ് വീഡിയോ എടുക്കുന്ന ആൾ, അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ എങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇതാക്കിയിട്ടൊക്കെ ഞാനങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ച് KSRTC കയറിയിട്ട് അതിൽ നിന്ന് ഉറങ്ങാം. അപ്പം അങ്ങനെ നമ്മളവിടെ എത്തി, ഫുഡ് കഴിച്ച് ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് ബസ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബസ്സിൽ ഇപ്പോൾ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, കാരണം 1 മണി 1:30 ആയിട്ടുണ്ട് ടൈം. അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ KSRTC കയറി. അതിൽ നിന്ന് കുറച്ച് നേരം നമ്മളൊന്ന് മയങ്ങി. എന്നിട്ട് പിന്നെ ഒരു 3 മണി ആയപ്പോൾ ബസ് കുറച്ച് സ്പീഡിലായിരുന്നു. നമ്മൾ റോഡും കുറച്ച് അത്ര റഷൊന്നും ഇല്ലല്ലോ നൈറ്റ് ആയതുകൊണ്ട്. ഒരു 3 മണിയൊക്കെ ആയപ്പോഴും നമ്മൾ നാട്ടിലെത്തി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പൊതുവേ വ്ളോഗ് കാണാത്ത ആളാണ്, പിന്നെ അതുപോലെ വ്ളോഗ് ചെയ്യാൻ എനിക്കറിയില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.